അവളെന്തേ? അവളേതോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ. എന്തോ അസൈൻമെന്റ് ഉണ്ട്. ആ, നീ എന്നാ പോയി ഫ്രഷ് ആയിട്ട് വാ. എടി നീ ഇതെവിടെയാ? ചേച്ചി ചോദിച്ചപ്പോൾ ഞാൻ നീ അസൈൻമെന്റ് ചെയ്യാൻ പോയിന്നാ പറഞ്ഞേ. വേഗം വരാൻ നോക്ക്. ശരി, ഞാനൊരു 15 മിനിറ്റ് വരാം. എടാ വാ പോവാം, ചേച്ചി അന്വേഷിക്കുന്നു. ഇത് ചേച്ചി കൊണ്ട് വലിയ ശല്യമായല്ലോ. അടുത്ത ട്രിപ്പ് പോകുന്നാരും അറിയാലോ. ഇനി അതിൻ്റെ പേര് മുടക്കൊന്നും പറഞ്ഞ് വന്നേക്കല്ലേ. ട്രിപ്പോ? എന്ത് ട്രിപ്പ്? നിനക്ക് എക്സാം അല്ലേ? അത് ചേച്ചി എല്ലാവരും പോകുന്നുണ്ട്, അപ്പം പിന്നെ ഞാൻ പോകാണ്ടിരുന്ന. എല്ലാരും പൊക്കോട്ടെ, നീ എന്തായാലും പോകണ്ട. നീ അവിടെ എത്ര നേരം? എനിക്കൊരു അസൈൻമെൻ്റ് ഉണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ കൂടെ. നിന്റെ അസൈൻമെന്റ് ഒക്കെ ഞാൻ കണ്ടു റോഡിൽ വെച്ച്. നീ കൂടെ പറഞ്ഞിട്ടാണ് ഈ പരിപാടിയൊക്കെ? ചേച്ചി അത് കോളേജിലേക്കാന്ന് പറഞ്ഞ് കണ്ണി കണ്ടാൽ പാട്ടെ കണ്ട ബൈക്കിലും കാറിലും കറങ്ങി നടക്കുക. എന്നെ കൂടെ നീ ഒന്ന് പറയിപ്പിക്കരുത്. നീ ചേച്ചി എന്ത് പറയാനാണ്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ചേച്ചിക്ക് ഇതൊക്കെ ഒരു പുത്തരിയായിരിക്കും. അതെങ്ങനെയാ, മനുഷ്യരോട് മിണ്ടുന്നവർക്കല്ലേ സ്നേഹവും പ്രേമവും ഒക്കെ. എനിക്ക് അവന് ഇഷ്ടമാണ്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? മതി. പിന്നെ ആരാ തീരുമാനിക്കേണ്ടത്? എൻ്റെ പഠിത്തം, എന്ത് കോഴ്സ് എടുക്കണം, എല്ലാം ചേച്ചിയാണ് തീരുമാനിക്കുന്നത്. ഇനി എനിക്ക് പറ്റില്ല ചേച്ചി. ചേച്ചിനെ പോലെ അവൻ എനിക്ക് വയ്യ. ചേച്ചി സമ്മതിച്ചില്ലെങ്കിലും ഞാൻ അവൻ്റെ കൂടെ പോകും. ചേച്ചി അവള് പറഞ്ഞ ശരിയാ. അവളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ. നിനക്കും ഇതുപോലെ പോലെ ഇഷ്ടമുണ്ട് പറഞ്ഞാൽ മതി. ഞാനായിട്ട് എതിരൊന്നും നിൽക്കില്ല. അവൾക്ക് സുഖമാണ്. അവൾക്കിപ്പോൾ എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. അച്ഛനും അമ്മ മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ പഠിത്തമൊക്കെ നിർത്തി അവർക്ക് വേണ്ടി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ അവരെ നോക്കുന്ന ഓട്ടപ്പാശലിൽ അവരുടെ സന്തോഷങ്ങളൊന്നും കാണാൻ എനിക്ക് പറ്റിയില്ല. സത്യം പറഞ്ഞാൽ അതൊന്നും കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അതാ സത്യം. ചേച്ചി അതല്ല, ഇത് ഞാൻ അവർക്ക് വേണ്ടി കരുതി വെച്ചത്. അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചായിരുന്നു. മോനിത് അവൾക്ക് കൊടുക്കാം. അവളുടെ പഠിത്തം മോനിരുത്തരുത്. അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ചേച്ചി തന്നത് പറഞ്ഞാൽ മതി.